ബഹുമാന്യരായ നമ്മുടെ മുഖ്യ അതിഥി, കേരളത്തിൻ്റെ അഭിമാനമായ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് ഇത്യാദി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ സുഹൃത്ത് കെ ടി ജലീൽ സാഹിബ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ മഹൽ വ്യക്തിത്വങ്ങൾ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയം അനുവദിക്കുന്നില്ല. കഴിഞ്ഞ വർഷം മഅ്ദിൻ വൈസിനിയം ഉദ്ഘാടനത്തിന് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നിർവഹിച്ച വേദിയിൽ ഏറ്റവും പ്രൗഢോജ്വലമായ പ്രഭാഷണം വൈശയത്തെക്കുറിച്ച് കെ ടി ജലീൽ സാർ അവറുകളാണല്ലോ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് മതഭൗതിക, സാങ്കേതിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സാധിച്ചു എന്നത് എല്ലാ കഴിവും കൂടി ഒത്തൊരുമിക്കുന്നവർ നന്നേ കുറവാണ്. ചില നന്നായി പ്രസംഗിക്കും, പക്ഷേ എഴുത്തിൽ കുറവായിരിക്കും. ചില നന്നായി എഴുതും, പ്രസംഗം ചിന്തയുണ്ടാവാറില്ല. എന്നാൽ എല്ലാം കൂടി നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്, അത്യപൂർവമാണ്. അതെല്ലാം ഒത്തിണങ്ങിയവരാണ് കെ ടി ജലീൽ സാഹിബ് അവറുകൾ. ഈ സ്ഥാപനത്തിനോട് വളരെ കൂടുതൽ, ഏകദേശം സ്ഥാപനത്തിൻ്റെ തുടക്കം തൊട്ടേ 10-17 വർഷമായി ഈ സ്ഥാപനവുമായി നിരന്തരം ബന്ധപ്പെടുന്ന മഹൽ വ്യക്തിത്വവും കൂടിയാണ്. മഅ്ദിൻ 1997 ജൂൺ 6 തുടങ്ങി ഇന്നത്തേക്ക് 18 വർഷം കഴിഞ്ഞ് 19 പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയത്ത് അന്നത്തെ 6 സെൻറ്റ് ഇന്ന് 140 ഏക്കർ ഭൂമിയിലേക്ക്, അന്ന് 2 സ്റ്റാഫ്, ഇന്ന് 20,000-തോളം അന്ന് 2 സ്റ്റാഫ്, ഇന്ന് 1870 സ്റ്റാഫായത്, അന്ന് 118 വിദ്യാർത്ഥികൾ, ഇന്ന് 20,000 വിദ്യാർത്ഥികളായത്, 9ഓളം വിദേശ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേഷൻ നേടിയ, MOU സൈൻ ചെയ്ത ഈ മഹത്തായ സ്ഥാപനം വൈസിനിയം എന്ന പേരിൽ 2017 ഡിസംബറിൽ അതിൻ്റെ മഹാസമാപന സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം കേവലം ഒരു കാട്ടിക്കൂട്ടലല്ല, ജനബാഹുല്യം, ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടലല്ല. ധാരാളം കർമ്മ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായുണ്ട്. നമ്മുടെ മലബാർ ധാരാളം ചരിത്ര പശ്ചാത്തലങ്ങൾ ഇറങ്ങി നടക്കുന്ന നാടാണ്. യുനെസ്കോയുടെ കീഴിൽ ഇന്ന് തിംബുക്തു വളരെ ഹെറിറ്റേജ് നിറഞ്ഞതാണ്. എന്നാൽ തിംബുക്തുവിനുള്ള ചരിത്ര പാരമ്പര്യത്തെക്കാൾ കൂടുതൽ മലബാറിനുണ്ട്. ആനക്കാനയുടെ വണ്ണം അറിയില്ല എന്ന് പറഞ്ഞ പോലെ മലബാറുകാർക്ക് മലബാറിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് വസ്തുത. ഈ വൈശല്യത്തിൻ്റെ ഭാഗമായി 20 കർമ്മ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ പാശ്ചാത്യൻ രാജ്യങ്ങളിലൊക്കെ, ആസ്ട്രേലിയയിലൊക്കെ 20 സെമിനാർ മലബാറിനെ കുറിച്ച് നടത്തുക എന്നത്. അതുപോലെ തന്നെ മലബാറിനെ കുറിച്ച് ഇൻ്റർനാഷണൽ ജേണൽ ഇറക്കുക എന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഹൈടെക് ലൈബ്രറി കഴിഞ്ഞ 2 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് മറ്റൊരു ഭാഗമായി, വൈശല്യത്തിൻ്റെ ഭാഗമായി ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറി ഓൺലൈൻ ലോഞ്ചിങ് ഇവിടെ നടക്കുകയാണ്. ഇത് ഇവിടെ സാക്ഷാത്കരിച്ചത് ഇവിടുത്തെ പോളിയിലെ നിസ്വാർത്ഥരായ, വളരെ ആത്മാർത്ഥതയുള്ള അധ്യാപകന്മാരാണ്. ഈ സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇവിടെ യാതൊരു വിഭാഗീയതയും കക്ഷിത്വവുമില്ലാതെ ജാതി മത ഭേദമന്യേ സർവരുടെയും കൂട്ടായ്മ. വിനീതനാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനെങ്കിൽ അക്കാദമിക് ഡയറക്ടറായി KM കുറുപ്പ് സാർ അവറുകളാണ്. അങ്ങനെ ഈ സ്ഥാപനത്തിൽ വർഗീയതയില്ല, വിഭാഗീയതയില്ല, കക്ഷിത്വമില്ല, ആരെയും മാറ്റി നിർത്താറില്ല. എല്ലാവരും ഒരുപോലെ പരിഗണിക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് സർവരുടെയും പിന്തുണ ഞങ്ങൾ ഇന്നേ വരെ
ഹൈന്ദവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് മതസ്ഥരിൽ നിന്ന് ഞങ്ങൾക്കൊന്നേ വരെ സഹായങ്ങളല്ലാതെ അവർ നൽകിയ സഹായങ്ങൾക്ക് നന്ദി പറയാ ഞങ്ങൾക്ക് വാക്കുകളില്ല. അങ്ങനെ ഞങ്ങളുടെ 27-ാം രാവ് മറ്റ് സദസ്സുകളിലൊക്കെ വളണ്ടിയർമാരായും അവർ ചെയ്യുന്ന സേവനങ്ങൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ അധ്യാപകന്മാർ എല്ലാവരും അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വളരെ തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംരംഭം ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറി ലോഞ്ചിങ്ങിന് എല്ലാ നിലക്കും ഒരു പ്രൊഫസറായി വളരെ അധ്യാപന രംഗത്ത് വളരെ ശ്രദ്ധ ആകർഷിച്ച ബഹുമാന്യനായ മിനിസ്റ്റർ KT ജലീൽ സാഹിബിൻ്റെ കിട്ടിയത് അതിനർഹനായത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല ന്യൂനപക്ഷ വകുപ്പ്, അതുപോലെ തന്നെ ഹജ്ജ്, വഖഫ്, ഇതെല്ലാം കൂടി ഒത്തിണെങ്കിൽ ഇൻഷാ അല്ലാഹ് മന്ത്രി അവർക്ക് അതൊരു മാതൃകാ ജീവിതം എന്നെന്നും ഓർക്കപ്പെടുന്ന. ഞാനൊക്കെ മന്ത്രി കണ്ട സമയത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് 1400 വർഷം കഴിഞ്ഞും സമൂഹം എന്നെന്നും സ്മരിക്കപ്പെടും. അവർ ജനമനസ്സുകളിൽ നിന്ന് മരിക്കില്ല. ജലീൽ സാഹിബിൻ്റെ കാര്യത്തിൽ 80-ലും 90-ലും 100-ലും 110-ഉം അതിലേറെയൊക്കെ ജീവിക്കാൻ നാഥൻ തുടക്കുമാറാവട്ടെ. ഒരു കാലത്ത് മരണം ഉണ്ടാകും, ദീർഘായുസ് നൽകുമാറാവട്ടെ. എല്ലാവരും മരിക്കും, പക്ഷേ മരിച്ചാലും ജനമനസ്സുകളിൽ നിന്ന് ജലീൽ സാഹിബ് മരിക്കാൻ പാടില്ല. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും എക്കാലത്തും സ്മരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ. അതിലേറ്റവും ക്വാളിറ്റിയാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ച സയ്യിദുൽ ഖൗമി ഖാദിമുഹും. സമൂഹത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സർവൻ്റായി മാറണം, ഖാദിമായി മാറണം. ആ രംഗത്ത് എന്നെ ഏറ്റവും കഴിഞ്ഞ ആഴ്ച KT ജലീൽ സാഹിബ് വിളിച്ചിട്ട് ഞാൻ അവിടെ മഅദിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് ഞാനിവിടെ ഇല്ല, ഞാനന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം വന്നാൽ കുഴപ്പമൊന്നുമില്ല, ഞാനുള്ള ടൈമിൽ ഏതാണെങ്കിലും വരാം. മിനിയാന്ന് തിരുവനന്തപുരത്ത് ചെന്ന സമയത്ത് വ്യാഴാഴ്ച അന്ന് റൂമിൽ വന്നു. അന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ അടുത്ത് വരുന്നുണ്ട്, ശനിയാഴ്ച വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥ മന്ത്രി എന്ന് പറയുന്നത്. അത് നേതാവ് എന്ന് പറയുന്നത് അണികളോട്, അനുയായികളോട്, രാജ്യത്തോട്, സമൂഹത്തോട് കൂറും പ്രതിപത്തിയും പുലർത്തിക്കൊണ്ട് ആ വിഷയത്തിൽ എത്ര കണ്ട് പ്രശംസിച്ചാലും ഞങ്ങളിൽ ഒരാളായി ഇവനെ എത്ര ഉയരങ്ങൾ വരുമ്പോഴും വിനയം കൂടി വരിക എന്നത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാ ബഹുമാനാദരവുകളോടുകൂടെ KT ജലീൽ സാഹിബ് അവറുകളെ ഈ ലോഞ്ചിങ്ങിന് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്ഥാപനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമെല്ലാമായിട്ടുള്ള വ്യക്തിപരമായി എനിക്കെൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനുമായ ബഹുമാന്യനായ ഖലീലുൽ ബുഖാരി തങ്ങൾ അവറുകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മഅദിൻ്റെ ഭാരവാഹികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഈ സ്ഥാപന സമുച്ചയത്തിലെ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. മന്ത്രി എന്നുള്ള നിലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു മത പഠന കേന്ദ്രത്തിലെ എൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പരിപാടിയാണ് മഅദിനിൽ ഇപ്പോൾ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്നുള്ളത്. യാദൃശ്ചികമാണെങ്കിലും ഒരുപാട് കാലത്തെ ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരമായിട്ടാണ് ആ യാദൃശ്ചികതയെ
ഞാൻ കാണുന്നത്. 20 വർഷത്തിനുള്ളിൽ തിരിച്ചറിയാനാകാത്ത വിധമുള്ള മാറ്റം, അസൂയാവഹമായ പുരോഗതി, മഅദിൻ നേടിയതിൻ്റെ നേർചിത്രം ഖലീലുൽ ബുഖാരി തങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു സ്ഥാപനം എങ്ങനെയാവണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണ് ഈ വലിയ സ്ഥാപന സമുച്ചയം എന്ന് ഏവർക്കും അറിയാം. നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ജനങ്ങളുടെയും നാടിൻ്റെയും പുരോഗതിയാണ്. പലപ്പോഴും പല സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അധികമൊന്നും സംഭാവന ചെയ്യാൻ കഴിയാറില്ല. ഒരുപാട് സംഭാവനകൾ അർപ്പിക്കുന്നവരും ഉണ്ട്. രണ്ടാമത്തെ ഗണത്തിലാണ് മഅദിൻ എന്ന സ്ഥാപനത്തെയും ഖലീലുൽ ബുഖാരി തങ്ങൾ എന്ന വ്യക്തിയെയും ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിന് വളർന്ന് പന്തലിക്കാൻ ജഗന്നിയന്താവായ നാഥൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 20 വർഷം മഅദിൻ പിന്നിട്ടതിൻ്റെ വലിയ പ്രഖ്യാപനം 2015 ഏപ്രിൽ മാസത്തിൽ ഈ കോമ്പൗണ്ടിൽ വെച്ച് നടക്കുകയുണ്ടായി. അന്ന് ആ ചടങ്ങിൽ അനുബന്ധ സെമിനാറിൽ ഞാനും പങ്കെടുത്തിരുന്നു. വളരെ വിപുലമായ ഒരുക്കങ്ങളോടെയാണ് പരിപാടി ആരംഭിച്ചത്. അതിന് ഇത്ര വലിയൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഞാനന്ന് കരുതിയിരുന്നില്ല. സാധാരണഗതിയിലെ ഒരു വാർഷിക പരിപാടിയായി കേമമായി തുടങ്ങുകയും കേമമായി അവസാനിക്കുകയും ചെയ്യുന്നതിലൂടെ തീരുമെന്നാണ് നനച്ചിരുന്നത്. പക്ഷേ എൻ്റെ ആ ധാരണ തെറ്റാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. വൈസനീയം, ആ വാക്കിന്റെ അർത്ഥം 2 പതിറ്റാണ്ട് എന്നാണ്. 20 വർഷം ഈ സ്ഥാപനം പിന്നിടുമ്പോൾ പിന്നിട്ട 20 വർഷത്തിന്റെ കാലദൈർഘ്യത്തെ അടയാളപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ പുതിയതായി ഉണ്ടാവണം. ഓരോ മുന്നോട്ടുള്ള പ്രയാണ കാൽവെപ്പും പിന്നിട്ട വഴികളിൽ ചില അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാകുമ്പോൾ അതിന് അലങ്കാരം കൂടും, പ്രാധാന്യവും വർദ്ധിക്കും. 20ാം വാർഷികം മഅദിൻ ആഘോഷിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘോഷണമെന്ന രീതിയിൽ ചില ഫലങ്ങൾ ജനങ്ങൾക്ക് അനുഭവേദ്യമാകും വിധം ഉണ്ടാകണം എന്ന് ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരികൾ തീരുമാനിച്ചു. ആ തീരുമാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈസനീയം ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറി, ഓൺലൈൻ ഡയറക്ടറി ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പഠിക്കേണ്ടത്? താൻ ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ ഏത് കോളേജിലാണ്, യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത്? ഏതൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളിലാണ് സ്കോളർഷിപ്പോടുകൂടി നമുക്ക് പഠിക്കാൻ കഴിയുക?
വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ കിട്ടാൻ എന്താണ് മാർഗം? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൈവിധ്യങ്ങളാർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? പ്രവേശന പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത്? അതിലെ സെലക്ഷൻ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? സ്വാശ്രയ കോഴ്സുകളാണെങ്കിൽ അവക്കുള്ള ഫീസ് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഈടാക്കുന്നത്? ഇത്യാദി വിഷയങ്ങൾ നമ്മളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ സൈറ്റുകളിൽ പോയി നോക്കിയാലേ നമുക്കതേക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കൂ. എന്നാൽ വൈസനിയം ഹയർ എഡ്യൂക്കേഷൻ ഓൺലൈൻ ഡയറക്ടറിയിൽ പോയി നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് സ്ഥാപനങ്ങളെക്കുറിച്ച്, കോഴ്സുകളെക്കുറിച്ച്, ആ കോഴ്സുകൾക്ക് ഈടാക്കുന്ന ഫീസുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ചിത്രം കിട്ടും. തീർച്ചയായും ഇത് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു വലിയ സഹായകമാകും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് കോഴ്സുകൾക്കൊക്കെ പോകാം, 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഏതിനൊക്കെ പോകാം. നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പഴയ കാലത്താണെങ്കിൽ പ്രീ ഡിഗ്രിക്ക്, ഇപ്പോഴാണെങ്കിൽ +2-ന്. അതേ ഒരു ഓപ്ഷനുള്ളൂ. മറ്റു വഴികളൊന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൻ്റെ കുട്ടിയുടെ മുമ്പിൽ ഇല്ല എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി സീറ്റുകൾ പോരാ എന്നുള്ള ആവശ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളും ഹയർ സെക്കൻഡറിക്ക് തന്നെ പഠിക്കണം എന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ITIകൾ തിരഞ്ഞെടുക്കാം, പോളിടെക്നിക്കുകൾ തിരഞ്ഞെടുക്കാം. 2-3 വർഷം കൊണ്ട് ഒരു തൊഴിലധിഷ്ഠിത സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി ബന്ധപ്പെട്ട തൊഴിലിൽ പ്രാവീണ്യം നേടി പുതിയ ജോലികൾക്ക് നമുക്ക് അന്വേഷണങ്ങൾ നടത്താം. കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങളും നിലനിൽക്കുന്നു. +2-ന് പോയാൽ പിന്നെ ഡിഗ്രിക്ക് പഠിക്കേണ്ടതായിട്ട് വരും. കാരണം +2 വിദ്യാഭ്യാസത്തിന്റെ ഒരു കവാടം, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു കവാടം മാത്രമാണ്. അത് കടന്നാൽ പിന്നീട് എഞ്ചിനീയറിംഗിന് പോകേണ്ടവർക്ക് പോകാം, മെഡിസിന് പോകേണ്ടവർക്ക് ആ വഴിക്ക് തിരിയാം, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകേണ്ടവർക്ക് ആ നിലയിലേക്ക് പോകാം, ഹ്യൂമാനിറ്റീസിൽ താല്പര്യമുള്ളവർക്ക് ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കാം, ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കും ഡിഗ്രി പഠനം നടത്താം. അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ MPhil തിരഞ്ഞെടുക്കാം, MPhil കഴിഞ്ഞാൽ PhD നേടാം, PhD കഴിഞ്ഞാൽ പോസ്റ്റ് ഡോക്ടറൽ സംവിധാനത്തിൽ നമുക്ക് പഠിക്കാം. നമ്മളുടെ ജീവിതാവസാനം വരെ നമ്മൾ ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴാണ് അറിവാർജിക്കുവാൻ നമുക്ക് കഴിയുക. മതരംഗത്തായാലും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തായാലും അറിവാർജിക്കുക എന്നുള്ളത് അതിൻ്റെ പരിപൂർണതയിൽ 1000 മനുഷ്യജീവനുകളുടെ ജീവിത കാലയളവിലും ഈ ലോകാവസാനം വരെയുള്ള ജീവിത കാലയളവിലും ഒരു വ്യക്തിക്കും ലഭിക്കുന്നില്ല. നമ്മൾ നേടുന്ന അറിവ് വളരെ വളരെ കുറവാണ്. നമുക്ക് എല്ലാറ്റിലുമുള്ള ഉപരിപ്ലവമായിട്ടുള്ള അറിവുകളേ ഉള്ളൂ. ഗ്രാഹ്യമായ പാണ്ഡിത്യം ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഒരാൾക്ക് ഒരു
ഒരു പരിധിവരെയെങ്കിലും നേടാൻ സാധിക്കൂ. മത ഭൗതിക വിദ്യാഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകണം. സത്യത്തിൽ മതഭൗതിക വിദ്യാഭ്യാസം ആർജിച്ചതിൻ്റെ ഒരു നേട്ടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും പഠിക്കാൻ തയ്യാറായി എന്നുള്ളത് കുറച്ചൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഭൗതിക വിദ്യാഭ്യാസമുള്ളവർക്ക് മതവിദ്യാഭ്യാസം ലഭിക്കാറില്ല. മതവിദ്യാഭ്യാസം അതിൻ്റെ വലിയ അർത്ഥത്തിൽ ലഭിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ മതവിദ്യാഭ്യാസ രംഗത്തും നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്, അറിഞ്ഞത് പകർന്നു കൊടുക്കാനുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അന്ന് അതിൽ താല്പര്യം കാണിച്ചതുകൊണ്ടാണ്. ഓരോരുത്തർക്കും ഇങ്ങനെ കഴിഞ്ഞാൽ അത് വലിയ ഒരു നേട്ടമാകും ഓരോരുത്തരുടെയും ജീവിതത്തിൽ. വാളും പരിചയമുണ്ടെങ്കിലേ യുദ്ധക്കളത്തിൽ ഒരു യോദ്ധാവിന് ജയിക്കാൻ കഴിയൂ. മതവിദ്യാഭ്യാസം പരിചയമാണെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം വാളാണ്. രണ്ട് കൈകളിലും ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരുപോലെ ഉണ്ടായാൽ ജ്ഞാനലോകത്ത്, അറിവിൻ്റെ ലോകത്ത് അയാൾക്ക് വളരെയേറെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കും. മതവിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിൽ പലപ്പോഴും നമുക്ക് മതപഠനത്തിൻ്റെ ആന്തരാർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. കാനത്ത റത്തക്കൻ ഫഫതഖനാഹുമ. ആദ്യം അതൊരു പിണ്ഡമായിരുന്നു, പിന്നെ നാം അതിനെ പിളർത്തി. കാനത്ത റത്തക്കൻ ഫഫതഖനാഹുമ എന്ന വിശുദ്ധ ഖുർആനിലെ പ്രപഞ്ചോൽപ്പത്തിയെ സംബന്ധിക്കുന്ന വാക്യം വായിക്കുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസവും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ആന്തരാർത്ഥം നമുക്ക് ഗ്രഹിക്കാനാകും. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് രണ്ട് സിദ്ധാന്തങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഒന്ന് ബിഗ് ബാങ് തിയറിയാണ്, മഹാസ്ഫോടക സിദ്ധാന്തം. മറ്റൊന്ന് സ്ഥിരസ്ഥിതിവാദമാണ്. മഹാസ്ഫോടക സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം ആദ്യം ഒന്നായിരുന്നു, സൂര്യനായിരുന്നു. സൂര്യതാപം അതിരുവിട്ടപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഭൂമി അടക്കമുള്ള സംവിധാനങ്ങളും ബ്രഹ്മാണ്ഡ കടാഹം രൂപപ്പെട്ടു. ഇതാണ് ആധുനിക ശാസ്ത്രം പ്രപഞ്ചോൽപ്പത്തിയെ സംബന്ധിച്ച് മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം. ഈ ആശയമാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. കാനത്ത റത്തക്കൻ ഫഫതഖനാഹുമ. ആദ്യം അതൊരു പിണ്ഡമായിരുന്നു, പിന്നെ നാം അതിനെ പിളർത്തി ഇന്നുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ ഖുർആന്റെ വാക്യത്തിന്റെ ശരിയായ അർത്ഥം അറിയണമെങ്കിൽ ബിഗ് ബാങ് തിയറി എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഈ സംവിധാനം വളരെ നല്ലതാണ്. മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് നൽകിയാൽ തീർച്ചയായും ആ കുട്ടിക്ക് ഏറെ മുന്നോട്ടു പോകാൻ അറിവിന്റെ ലോകത്ത് കഴിയും. ഒരു ഡോക്ടറായാൽ, ഒരു എഞ്ചിനീയർ ആയാൽ അയാൾക്ക് ആത്മീയ പഠനവും കൂടി ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഇന്ന് സംഭാവന ചെയ്യാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറം സംഭാവന ചെയ്യാൻ സാധിക്കും. ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഈ വിദ്യാലയം എല്ലാം ഒരു കുടക്കീഴിൽ നൽകപ്പെടുന്ന വിദ്യാലയമാണ്. ഇവിടെ പോളിടെക്നിക് ഉണ്ട്. ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ആളുകൾക്ക് പഠിക്കാനുള്ള, കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇംഗ്ലീഷ് മീഡിയമുണ്ട്, മതപഠനശാലയുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു സമുച്ചയം
ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇതൊക്കെ വെറുതെ നടന്നു പോകുന്നതല്ല. അത്യധ്വാനം ഈ സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണവീഥിയിലുണ്ട്. ഖലീലുൽ ബുഖാരി തങ്ങളുടെ നിതാന്തമായ പരിശ്രമവും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും വളരെ ശ്രമകരമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണവുമാണ് ഈ സ്ഥാപനത്തെ ഇന്ന് കാണുന്ന ഈ വിസ്മയകരമായ അവസ്ഥയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നേടിയതിനെ കുറിച്ചല്ല, നേടാനിരിക്കുന്നവയെ അത്യുത്സാഹപൂർവം അന്വേഷിക്കുന്ന, തേടുന്ന അന്വേഷണ കുതുകികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. കഴിഞ്ഞ 20 വർഷം ഇന്നതൊക്കെ നേടി എന്ന മേനി പറഞ്ഞിരിക്കാനല്ല 20ാം വാർഷികാഘോഷം ഉപയോഗപ്പെടുത്തേണ്ടത്. തങ്ങളുടെ മുന്നിൽ നീണ്ടുകിടക്കുന്ന അനന്തമായ വഴിയിൽ ഇനി പിന്നിടാനുള്ള വഴിത്താരകളിൽ എന്തൊക്കെ നേടണം, അതിനെന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം, അതേക്കുറിച്ചുള്ള ആലോചനകൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വൈസനിയം ഹയർ എഡ്യൂക്കേഷൻ ഓൺലൈൻ ഡയറക്ടറിയുടെ ഈ പ്രകാശനം. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് നാടിനും സമൂഹത്തിനും അറിവിന്റെ, വിജ്ഞാനത്തിന്റെ പ്രകാശഗോപുരങ്ങൾ സമ്മാനിച്ച് രാജ്യത്തെ സ്നേഹിക്കുന്നവരും നാട്ടിലെ വിവിധ മതസമുദായങ്ങളെ സഹിഷ്ണുതയോടെയും സ്നേഹത്തോടെയും കാണുന്ന ഒരുപാട് തലമുറകളെ സൃഷ്ടിക്കുവാനുള്ള ശേഷിയും കരുത്തും ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ഖലീലുൽ ബുഖാരി തങ്ങൾ അടക്കമുള്ളവർക്കും ജഗന്നിയന്താവായ നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈസനിയം ഹയർ എഡ്യൂക്കേഷൻ ഓൺലൈൻ ഡയറക്ടറിയുടെ പ്രകാശന കർമ്മം ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.